8-10 നമുക്ക് പോസ്റ്റൽ ബാലറ്റിന്റെ ആദ്യ സൂചനകൾ പ്രേക്ഷകർക്ക് കൊടുക്കാം. ആദ്യ 7 റൗണ്ടുകളിൽ എണ്ണുന്നത് പാലക്കാട് മുനിസിപ്പാലിറ്റി. ആദ്യ 7 റൗണ്ട് വളരെ കൃത്യമാണ്. ആദ്യത്തെ 7 റൗണ്ടുകളിൽ മുനിസിപ്പാലിറ്റി, 8ാമത്തെ റൗണ്ടിൽ എത്തുമ്പോൾ 6 ബൂത്തുകളും മുനിസിപ്പാലിറ്റിയുടേതാണ്. ബാക്കി ബൂത്തുകളാണ് പിരായിരി പഞ്ചായത്തിൻ്റെതായിട്ടുള്ളത്. കണക്കുകൾ വളരെ വ്യക്തമാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 7 റൗണ്ടുകളിൽ BJPക്ക് കിട്ടിയ വോട്ട് 9000 എന്നുള്ളത് കുറയുമോ എന്നതാണ് നമ്മൾ കാണേണ്ടത്. അതേസമയം തന്നെ 1ാമത്തെ റൗണ്ടിൽ 1800-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ലീഡ് NDA നേടുമോ എന്നതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. അതാണ് ട്രെൻഡായിട്ടുള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കണം. അതേസമയം ചേലക്കരയിൽ 1ാം റൗണ്ട് കഴിയുമ്പോൾ LDFന്റെ ലീഡ് 2000-ൽ കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു വ്യക്തമായ സൂചനയാണ് എന്നതും പ്രേക്ഷകർ മനസ്സിലാക്കുക. അപ്പോൾ കണക്കുകളിലേക്കും സൂചനകളിലേക്കും നമ്മൾ എത്തുന്നു. ആദ്യത്തെ പോസ്റ്റൽ ഹോം ബാലറ്റുകൾ എണ്ണിത്തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഈ മണിക്കൂറിൽ പ്രേക്ഷകരെ അറിയിക്കാനുള്ളത്. പോസ്റ്റൽ ഹോം ബാലറ്റുകൾ എണ്ണിത്തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വോട്ടെണ്ണൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും വോട്ടെണ്ണൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന വിവരം കൂടി PR സുനിലും ആദിൽ പാലോടും പങ്കുവയ്ക്കുന്നുണ്ട്. അതെ, ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നുണ്ട് മഹാരാഷ്ട്രയിലും എന്നുള്ളതാണ് ഒരുപക്ഷെ നമുക്ക് ആദ്യ ഘട്ടത്തിൽ റൗണ്ടുകൾ കഴിയുമ്പോൾ ലഭ്യമാകാൻ. മഹാരാഷ്ട്രയിൽ നാടകീയ സംഭവവികാസങ്ങൾ വോട്ടെണ്ണി തുടങ്ങുമ്പോൾ തന്നെ സംഭവിക്കുകയാണ്. ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് ചേലക്കരയിലും പോസ്റ്റൽ വോട്ടുകൾ 1418 പോസ്റ്റൽ വോട്ടുകളാണ് ഉള്ളത്. നോക്കൂ, ആദ്യത്തത് വരവൂരായിരിക്കും ചേലക്കരയിൽ എണ്ണുക. 1 മുതൽ 13 വരെ ബൂത്തുകളുള്ളത് വരവൂർ പഞ്ചായത്തിലാണ്. വരവൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ LDFന് വലിയ ലീഡ് നേടിയ ഒരു പഞ്ചായത്താണ്. ആ വരവൂർ പഞ്ചായത്തിലെ ലീഡ് 3000-ലധികമായിരുന്നു കഴിഞ്ഞ തവണ നേടിയത്. ഇത്തവണയും ഏകദേശം 2000-നും 3000-നും ഇടയിൽ ലീഡ് LDF നേടുന്നുണ്ടെങ്കിൽ ചേലക്കരയിലെ ട്രെൻഡ് നമുക്ക് ഉറപ്പിക്കാം. 4 ടേബിളിലായിട്ടാണ് ചേലക്കരയിൽ പോസ്റ്റൽ വോട്ടുകൾ എണ്ണുന്നത്. ഈ 1418 വോട്ടുകളും 4 ടേബിളുകളായി എണ്ണുന്നു. കഴിഞ്ഞ തവണ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ NDA നേടിയത് 34,143 വോട്ടുകളാണ്. UDF നേടിയത് 27,905 വോട്ടുകളാണ്. തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഏകദേശം 6000-ഓളം വോട്ടുകളാണ്. ആ വോട്ടുകളെ പിരായിരി മണ്ഡലത്തിൽ 8ാമത്തെ റൗണ്ടിൽ മറികടക്കാൻ UDFന് സാധിക്കുമെന്നതാണ് കണക്കുകൾ പറയുന്നത്.